ശബരിമല സ്വർണ്ണക്കവർച്ച കേസിൽ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് PS പ്രശാന്ത് അറസ്റ്റിൽ. വീട്ടിലെത്തിയ SIT സംഘമാണ് അറസ്റ്റ് ചെയ്തത്. പ്രശാന്തിനെ കൊല്ലം പോലീസ് ട്രെയിനിംഗ് സെന്ററിൽ എത്തിച്ചു. കേസിൽ കൂടുതൽ പേരുടെ അറസ്റ്റിന് സാധ്യത. ദേവസ്വം ബോർഡ് മുൻ അംഗം അജികുമാറിനെയും പോലീസ് ക്ലബ്ബിൽ എത്തിച്ചു. PS പ്രശാന്തിനെയും അജികുമാറിനെയും ചോദ്യം ചെയ്യലിന് ശേഷം വിജിലൻസ് കോടതിയിൽ ഹാജരാക്കും. ഫസ്റ്റ് ഓൺ ജനം വിവരങ്ങളുമായി കൊല്ലം കോടതിയിൽ നിന്ന് മനോജാണ് ചേരുന്നത്. മനോജ്, നമ്മളാണ് ഈ പ്രശാന്തിന്റെ അറസ്റ്റ് പുറം ലോകത്തെ അറിയിക്കുന്നത്. ദൃശ്യങ്ങൾ സഹിതമാണ് നമ്മൾ ആദ്യമായി ഈ വാർത്ത പുറത്ത് വിട്ടത്. ഇപ്പോൾ പോലീസ് ക്ലബ്ബിൽ പ്രശാന്തും അതുപോലെ അജികുമാറിനെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യുകയാണോ? ഉടനെ തന്നെ വിജിലൻസ് കോടതിയിൽ ഹാജരാക്കുമോ? എന്താണ് അവിടെ നിന്ന് ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ? നീലിമ 4 മണിക്കൂറായി PS പ്രശാന്തിനെയും അജികുമാറിനെയും ചോദ്യം ചെയ്ത് വരികയാണ്. ഈ SIT തലവനായിട്ടുള്ള SP ശശിധരൻ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ ഈ പോലീസ് ക്ലബ്ബിലുണ്ട്. ഇന്ന് രാവിലെ തന്നെ 11 മണിയോടുകൂടിയാണ് കൊല്ലത്തെ പോലീസ് ക്ലബ്ബിലേക്ക് ഈ PS പ്രശാന്തിനെ എത്തിക്കുന്നത്. പിന്നാലെ തന്നെ കായംകുളത്ത് നിന്ന് അറസ്റ്റ് ചെയ്തുകൊണ്ടുവന്ന മുൻ ദേവസ്വം ബോർഡ് അംഗമായിട്ടുള്ള അജികുമാറിനെയും എത്തിച്ചു. അതിനുശേഷം ഇപ്പോൾ 3 മണിയായിരിക്കുന്നു. ഇതുവരെയും പോലീസ് ക്ലബ്ബിൽ നിന്ന് ഇവർ പുറത്തേക്ക് ഇറങ്ങിയിട്ടില്ല. എന്തായാലും 4 മണി കഴിഞ്ഞ ശേഷം മാത്രമേ കോടതിയിലേക്ക് എത്തിക്കൂ എന്നുള്ള വിവരമാണ് ലഭിച്ചിരിക്കുന്നത്. അതിനു മുമ്പായി മറ്റ് നടപടിക്രമങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും ഇന്ന് വീട്ടിലെത്തി PS പ്രശാന്തിനെ അറസ്റ്റ് ചെയ്യുമ്പോൾ അദ്ദേഹം പറയുന്ന കാര്യമെന്ന് പറയുന്നത് തനിക്കൊന്നും അറിയില്ല, അതായത് ഒരു അറിയിപ്പുമില്ലാതെ തന്നെ വീട്ടിലേക്ക് എത്തി അറസ്റ്റ് ചെയ്തുകൊണ്ട് പോവുകയാണെന്നൊക്കെയാണ്. എന്തായാലും 2025 ഈ സ്വർണ്ണക്കവർച്ചയുമായി നടന്നിട്ടുള്ള മറ്റ് ക്രമക്കേടുകൾ കണ്ടെത്തിയതിനെ തുടർന്നാണ് SIT PS പ്രശാന്തിനെ അറസ്റ്റ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കുന്നു. അതിൻ്റെ രേഖകളും കോടതിയിൽ സമർപ്പിക്കാനാണ് SITയുടെ നീക്കം. നേരത്തെ തന്നെ ഇക്കാര്യം ഹൈക്കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു. ഹൈക്കോടതിയുടെ അനുമതിയും ഇത് സംബന്ധിച്ചുണ്ടായിരുന്നു. അതായത് SITക്ക് കൃത്യമായും അന്വേഷണവുമായി മുന്നോട്ട് പോകാനുള്ള ഒരു അനുമതി ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് PS പ്രശാന്തിനെയും അതോടൊപ്പം തന്നെ ദേവസ്വം ബോർഡ് മുൻ അംഗമായിരുന്ന അജികുമാറിനെയും ഒക്കെ കസ്റ്റഡിയിലെടുത്തത്. PS പ്രശാന്തിൻ്റെ അറസ്റ്റ് രേഖപ്പെടുത്തി അല്പസമയത്തിനകം തന്നെ ഇരുവരെയും ഈ കോടതിയിലേക്ക്, അതായത് 4 മണിയോടുകൂടി തന്നെ വിജിലൻസ് കോടതിയിലേക്ക് എത്തിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. ഇതിൽ കൃത്യമായും പറയുന്നത് 2019 നടന്നിട്ടുള്ള സ്വർണ്ണക്കവർച്ച, അതിനുശേഷം അടുത്ത ഭരണസമിതി വന്നു. വീണ്ടും 2025 ഭരണസമിതി പ്രസിഡന്റായി PS പ്രശാന്ത് വരുന്നു. ഭരണസമിതി അംഗങ്ങളായ അജികുമാർ ഉൾപ്പെടെയുള്ള ആളുകൾ വരുന്നു. ഈ സമയത്ത് ഈ സ്വർണ്ണപ്പാളികൾ, അതായത് ഇതിൻ്റെ നിറം മങ്ങുന്നതനുസരിച്ച് വീണ്ടും സ്വർണം പൂശുവാൻ വേണ്ടി, അതായത് 2019 നടന്നിട്ടുള്ള സ്വർണ്ണക്കവർച്ച അതിനെ മറച്ചു വെക്കാനുള്ള ഒരു ശ്രമം ഇവരുടെ ഭാഗത്തു നിന്നുണ്ടായി എന്നുള്ളതാണ് SITയുടെ കണ്ടെത്തൽ. അതിനനുസരിച്ച് തന്നെ അന്വേഷണവുമായി മുന്നോട്ട് പോകുമ്പോഴാണ് ചെന്നൈ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലേക്ക് ഇത് എത്തിക്കുന്നതും സ്മാർട്ട് ക്രിയേഷൻസ് പോലുള്ള കമ്പനികളുമായുള്ള ബന്ധം, ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സ്വാധീനം എല്ലാം പരിശോധിച്ച് വരുമ്പോഴാണ് ഇതിൽ PS പ്രശാന്തിന് ഏത് തരത്തിലാണ് ഈ കേസിൽ ഇടപെടലുള്ളതെന്ന് SIT മനസ്സിലാക്കുന്നത്. അതിനനുസരിച്ചാണ് അന്വേഷണവുമായി മുന്നോട്ട് പോയത്. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ കൂടുതൽ അറസ്റ്റുകൾ ഉണ്ടാകുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇവർ രണ്ടുപേരും മാത്രമല്ല, ബാക്കി ഉള്ള ആളുകൾ കൂടെ, അതായത് ദേവസ്വം ബോർഡ് മെമ്പർമാരിൽ ചിലർ കൂടെ അറിഞ്ഞുകൊണ്ടാണ് ഈ കാര്യങ്ങളൊക്കെ നടന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ സ്വർണ്ണപ്പാളികൾ ചെന്നൈയിലേക്ക് കൊണ്ടുപോകുമ്പോൾ കൃത്യമായും അനുമതി തേടേണ്ടതുണ്ട്. ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിലിരിക്കുന്ന, അല്ലെങ്കിൽ ഹൈക്കോടതി നിയോഗിച്ചിട്ടുള്ള ഒരു സ്പെഷ്യൽ കമ്മീഷൻ അടക്കം ശബരിമലയിലുള്ളതാണ്. ആ സമയത്ത് അദ്ദേഹത്തെ അറിയിക്കാതെ ഈ സ്വർണ്ണപ്പാളികൾ എല്ലാം കൊണ്ടുപോയ ശേഷം വാട്സാപ്പിലൂടെ വിവരം അറിയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായെന്നാണ് മനസ്സിലാക്കുന്നത്. അത്തരത്തിൽ അനൗദ്യോഗികമായിട്ടുള്ള വിവരങ്ങൾ കൈമാറുകയും പിന്നീട് അത് ഒഫീഷ്യലാകാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ പോവുകയും ചെയ്തു. പിന്നീട് ഇക്കാര്യങ്ങളെല്ലാം തന്നെ അദ്ദേഹം സ്പെഷ്യൽ കമ്മീഷൻ അടക്കമുള്ളവർ ഹൈക്കോടതിയെ അറിയിച്ചപ്പോൾ, അതായത് സ്വാഭാവികമായും ഹൈക്കോടതിയുടെ നിരീക്ഷണം ഇതിന്മേലുണ്ടാകും. സ്പെഷ്യൽ കമ്മീഷണർ ഇത് സംബന്ധിച്ച റിപ്പോർട്ടടക്കം സമർപ്പിക്കുന്ന സമയത്താണ് മാപ്പപേക്ഷയുമായി അന്ന് ദേവസ്വം ബോർഡിൻ്റെ ചുമതലയിലുണ്ടായിരുന്ന PS പ്രശാന്ത് അടക്കം പോയത്. എന്നാൽ ആ മാപ്പപേക്ഷയൊക്കെ സ്വീകരിച്ചപ്പോൾ തന്നെ സ്വാഭാവികമായും മനസ്സിലാക്കാൻ സാധിക്കുന്നത് 2019 നടന്നിട്ടുള്ള ഈ കവർച്ചയുമായി ബന്ധം ഉണ്ട് എന്നുള്ളതാണ്. അതാണ് SIT ആ ഒരു അന്വേഷണത്തിലേക്ക് തിരിഞ്ഞത്. അതിനുശേഷം PS പ്രശാന്തിനെ 2 തവണ ചോദ്യം ചെയ്തു എന്നാണ് ഈ ചോദ്യം ചെയ്യലിൽ നിന്ന് ലഭിച്ചിട്ടുള്ള വിവരം. അതിനുശേഷം നടത്തിയിട്ടുള്ള പരിശോധന, ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് വേഗം തന്നെ SITയുടെ കസ്റ്റഡിയിലേക്ക് PS പ്രശാന്തിനെ കൊണ്ടുവരുന്നത്. നേരെ തിരുവനന്തപുരത്ത്
ക്രൈംബ്രാഞ്ച് ഓഫീസിലല്ല കൊണ്ടുപോയത്, വീട്ടിൽ നിന്ന് നേരെ കൊല്ലത്തേക്കാണ് കൊണ്ടുവന്നത്. വേഗം തന്നെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാനുള്ള ഒരു ശ്രമമായിരുന്നു. പക്ഷേ ഇപ്പോഴും മണിക്കൂറുകൾ നീങ്ങുകയാണ്. ഇവരെ ചോദ്യം ചെയ്യുകയാണ്. ഇരുവരെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം, കാരണം ഇവർ ഒരേ ഭരണസമിതിയിൽ ഉണ്ടായിരുന്നവരാണ്. അതുകൊണ്ട് തന്നെ ഇരുവർക്കും അറിയാവുന്നുള്ള കാര്യം, അതായത് രണ്ടുപേർക്കും ഇക്കാര്യത്തിൽ പങ്കുണ്ട് എന്നാണ് SITയുടെ വിലയിരുത്തൽ. അതുകൊണ്ട് തന്നെ രണ്ടുപേരെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യുമ്പോൾ കൂടുതൽ വിവരങ്ങൾ വരും, കൂടുതൽ പേർക്ക് ഇതിൽ പങ്കുണ്ടോ എന്നുള്ളത് മനസ്സിലാക്കാം. എന്തായാലും ഇതിൽ പ്രശാന്തിന്റെ അറസ്റ്റ് ഉണ്ടായിക്കഴിഞ്ഞിരിക്കുകയാണ്. അജികുമാർ കസ്റ്റഡിയിലായിരിക്കുന്നു. ഇരുവരെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യുകയാണ് കൊല്ലം പോലീസ് ക്ലബിൽ. ഇനി ഈ വാർത്തയിൽ വിവരങ്ങൾ വരുന്ന മുറയ്ക്ക് മനോജിലേക്ക് എത്താം.